അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നർ ആയിരിക്കുകയാണ് നമ്മുടെ അനുമോൾ. സോ കൺഗ്രാറ്റുലേഷൻസ് അനുമോൾ. അനുമോൾ ഒരു സർവൈവർ തന്നെയാണ്, പൊരുതി നേടിയ വിജയം തന്നെയാണ്, ഡിസേർവിംഗ് ആയിട്ടുള്ള വിജയം തന്നെയാണ്. കാരണം ഒരു സമയത്ത് ഈ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗെയിം കൊണ്ടുപോയത് അനുമോൾ തന്നെയാണ്. സോ വെൽ പ്ലേഡ് അനുമോൾ. അത് മാത്രമല്ല അനീഷോടെ കുറിച്ചതൊരു ചരിത്രമാണ്, അത് പറയാതിരിക്കാൻ പറ്റൂല. കാരണം എന്താന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഒരു കോമണർ, സാധാരണക്കാരുടെ ഇടയിൽ നിന്നും ഓഡിഷനിലൂടെ സെലക്ട് ആയിട്ട് ഒരു കോമണർ ടോപ്പ് 2 വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അനീഷ് വിന്നർ ആവുമായിരുന്നു. എല്ലാം തകിടം മറിച്ചത് ഈ ഫിനാലെ വീക്കാണ്. ഈ ഫിനാലെ വീക്കും ഈ റീ എൻട്രിയിലെ കുറച്ച് കണ്ടസ്റ്റൻസും തന്നെയാണ് ഈ അനീഷിന്റെ വിജയത്തെ അട്ടിമറിച്ചത് തന്നെ പറയേണ്ടി വരും. അത് മാത്രമല്ല ഞെട്ടിക്കുന്ന റിസൾട്ട്സ് ആണ് പിന്നെ വന്നത്, അത് നെവിന്റെയും അക്ബറിന്റെയും കാര്യത്തിൽ. ശരിക്കും പറഞ്ഞാൽ നൂറ നിൽക്കുമായിരുന്നില്ലേ ടോപ്പ് 5 വരേണ്ടി വന്നതെന്ന് തോന്നിപ്പോയി സീരിയസ്ലി. കാരണം അക്ബറാണ് ടോപ്പ് 5 വന്നത്. ഞാനൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന അക്ബറൊക്കെ ടോപ്പ്, അങ്ങനെ സോഷ്യൽ മീഡിയയിൽ രാവിലെ തൊട്ട് അക്ബർ ടോപ്പ് 4, അക്ബർ ടോപ്പ് 3 അങ്ങനെയൊക്കെയാണ് പറഞ്ഞു വന്നത്. ഇതിപ്പോ അക്ബർ ടോപ്പ് 5 വന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ഞെട്ടിച്ചു കളഞ്ഞൊരു എവിക്ഷൻ ആയിരുന്നു അക്ബറിന്റേത്. മാത്രമല്ല നെവിൻ ശരിക്കും പറഞ്ഞാൽ നെവിൻ എല്ലാ പൊസിഷൻ ടോപ്പ് 3, ടോപ്പ് 2, ടോപ്പ് 1 എല്ലാം നെവിൻ. ടോപ്പ് 1 എന്ന് പറയുമ്പോൾ വിന്നർ ആവാനുള്ള എല്ലാ ക്വാളിറ്റിയും നെവിൻ അർഹിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ് നെവിൻ. ഷാനവാസും നല്ലൊരു ഒരുപാട് കണ്ടന്റ് ഈ ഒരു സീസണിൽ തന്നിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. എന്താണ് ഇന്നത്തെ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡിൽ നടന്നത് നമുക്ക് റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പോ അനുമോള് വിന്നർ ആയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അനുമോളോ അനീഷോ ഒരു നേരത്ത്, അതായത് കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് എസ്പെഷ്യലി ഓൺലൈൻ മീഡിയാസ് എവിടെ ചെന്നാലും ആരടുത്തും ആദ്യം ചോദിക്കുന്നത് ഈ അനുമോള് 16 ലക്ഷത്തിന്റെ PR കൊടുത്തു എന്ന് തോന്നുന്നുണ്ടോ, അനുമോളിന്റെ ഗെയിം എങ്ങനെയുണ്ട്, അനുമോൾ എന്ന് പറഞ്ഞ് ഇപ്പൊ അവസാനം അനുമോൾക്ക് തന്നെ കപ്പ് വാങ്ങിച്ചു കൊടുത്തു. ഈ സോഷ്യൽ മീഡിയ ഒരു പങ്ക് അതിൽ വഹിക്കുന്നുണ്ട്. പോരാത്തിന്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് എസ്പെഷ്യലി ആ ഫസ്റ്റ് 50 ഡേയ്സില് അനുമോൾ ആ ഗെയിം കൺട്രോൾ ചെയ്യാൻ വരെ അനുമോൾക്ക് പറ്റി എന്നുള്ളത് ഒരു വലിയ എടുത്തു പറയേണ്ട കാര്യമാണ്. അനുമോൾക്കും അനീഷിനും ഇവർ രണ്ടുപേരുമാണ് ഈ സീസണിലെ ഗെയിം കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ട് വ്യക്തികൾ. വേറെ ആർക്കും പറ്റിയിട്ടില്ല. വേറെ ആരും ഇതുപോലെ ഗെയിം ഇങ്ങനെ കൊണ്ടുപോയിട്ടില്ല. അവരുടെ പേരിൽ ഗെയിം കൊണ്ടുപോയിട്ടില്ല. ആദ്യം അനീഷ് കൊണ്ടുപോയി 2 ആഴ്ച 3 ആഴ്ചയൊക്കെ, പിന്നീട് അത് അനുമോള് കൊണ്ടുപോയി. ശരിക്കും പറഞ്ഞാൽ അനുമോൾ ആ ഗെയിം ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയത് അനീഷിന്റെ കയ്യിൽ നിന്നും എടുക്കുകയാണ് ചെയ്തത്. കാരണം അനീഷിനെ സെക്കൻഡ് വീക്കിൽ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാണ് പിന്നീട് അനീഷിന്റെ കയ്യിൽ എല്ലാവരും അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാനും അനീഷിനെ വിടാനും തുടങ്ങിയത്. അങ്ങനെ ആ ഗെയിം കൊണ്ടുപോയത് അനുമോളായിരുന്നു. അപ്പോഴാണ് അനുമോൾ ഒറ്റയ്ക്ക് നിന്ന് ഒരു ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഗെയിം ഇറക്കാൻ നോക്കിയപ്പോൾ ആദിലയും നൂറയും കൂടെ ചേരാൻ തുടങ്ങിയതും ആ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി പൊളിച്ചിട്ട് പട്ടാ ഗേൾസ് എന്നും പറഞ്ഞ് അവരൊരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ആയി മാറിയതും അത് അടിച്ച് പിരിഞ്ഞതും പറയാതിരിക്കാൻ പറ്റില്ല. അത് അടിച്ച് പിരിഞ്ഞതും ഓക്കെ ബാക്ക് സ്റ്റാബർ ആയി ഇവർക്ക് മാറേണ്ടി വന്നത്. ആൻഡ് എല്ലാം തകിടം മറിച്ചൊരു ഫിനാലെ വീക്കാണ്. ഫിനാലെ വീക്കിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഫിനാലെ വീക്കിൽ റീ എൻട്രിയിൽ ചിലർ കാണിച്ച മണ്ടത്തരങ്ങൾ വന്നിട്ട് ഉടനെ എല്ലാം കൂടെ ആ സീസൺ ആദ്യത്തെ 50 ദിവസം ചെയ്ത പോലെ എല്ലാരും കൂടെ ഗ്യാങ് ആയിട്ട് പോയി ബുള്ളി ചെയ്യാൻ തുടങ്ങി അനുമോളെ. കുറച്ച് കണ്ടസ്റ്റൻസ് ചിലര് എസ്പെഷ്യലി ആ വൈൽഡ് കാർഡ് എൻട്രീസിലായിട്ടുള്ള സാബുമാൻ ഒഴിച്ചുള്ള ബാക്കി കണ്ടസ്റ്റൻസ് ജിഷിനായാലും ലക്ഷ്മി ആയാലും, എസ്പെഷ്യലി ലക്ഷ്മി, മസ്താനി, പിന്നെ പ്രവീണാണ് കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നത്. ആൻഡ് അതുപോലെ തന്നെ ഒനീല്, അഭി, ഇവരെല്ലാം അനുമോക്ക് നല്ല സപ്പോർട്ടിൽ നിന്നു. അനുമോളോട് മാന്യമായിട്ട് നിന്നു. ലക്ഷ്മി മസ്താനിയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു അനുമോക്ക് കൊടുത്തത്. ഇന്ന് ആ ഒരു ഫിനാലെ എപ്പിസോഡിലും കാണാൻ പറ്റി. ഫിനാലെ ആ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മസ്താനിയുടെയും ലക്ഷ്മിയുടെ ഒക്കെ ടെൻഷൻ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ നല്ല സപ്പോർട്ടായിട്ടാണ് അനുമോക്ക് വന്നത്. ആൻഡ് സത്യം പറഞ്ഞാൽ ഈ അക്ബറിന്റെ എവിക്ഷൻ ഞെട്ടിച്ചു കളയും. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഈ അക്ബർ ശരിക്കും മിഡ് വീക്ക് എവിക്ഷനിൽ പോവേണ്ടിയിരുന്ന ആളല്ലേന്ന് ഞാൻ വിചാരിച്ചു പോയി. 100 ടോപ്പ് 5 വരേണ്ട ആളല്ലേന്ന് വിചാരിച്ചു പോയി.
കാരണം എല്ലാവരും ടോപ്പ് 5 ടോപ്പ് 4 ന്യൂറെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്താണ് അക്ബറും നെവിൻ ആരായാലും ആ സമയത്താണ് ഈ റീ എൻട്രി വരുന്നതും ന്യൂറയും ആദിലയും നെഗറ്റീവ് ആകുന്നത്. ന്യൂറയും ആദിലയും നെഗറ്റീവ് ആകുന്നതും അവർ മിഡ് വീക്ക് എവിക്ഷനിൽ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിന്നറിനെ തിരഞ്ഞെടുക്കുന്ന അത് ലാലേട്ടൻ എടുത്തു പറഞ്ഞു. ഈ ഫിനാലെ വീക്കിലുള്ള വോട്ടിംഗ് എന്ന് പറയുന്നത് 38 ലക്ഷമാണ്. 38 ലക്ഷത്തോളം ആൾക്കാരാണ് വോട്ട് ചെയ്തത്. അത് കഴിഞ്ഞ സീസണിനേക്കാൾ ഒരുപാട് കൂടുതലാണെന്നും ലാലേട്ടൻ എടുത്തു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫിനാലെ വീക്കിലെ റീ എൻട്രിയും ആ വോട്ടിംഗ് കൂട്ടാൻ കാരണമായിട്ടുണ്ട്, പറയാതിരിക്കാൻ പറ്റൂല. അപ്പം അതുപോലെ തന്നെ വോട്ടിംഗ് എല്ലാ വോട്ടിങ്ങിനെ കണക്ക് കൃത്യമായിട്ട് കാണിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ അനീഷും അനിമോളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വലിയ ചെറിയ കുറച്ചിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനീഷിനും കയറായിരുന്നു, അനിമോൾക്ക് താഴെയും വരായിരുന്നു. പക്ഷെ അനിമോൾ കയറിപ്പോവാണ് ചെയ്തത്. അപ്പം നമുക്ക് ഇന്നത്തെ ഫിനാലയിൽ എന്തൊക്കെയാണെന്ന് അറിയാൻ നമുക്ക് നോക്കാം. എന്നിട്ട് ഓരോരുത്തരുടെയും അവരുടെ ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ഓരോരുത്തരും എവിക്റ്റ് ആവുന്ന അനുസരിച്ച് നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ രാവിലെ മോർണിംഗ് സോങ് ആണ്. മോർണിംഗ് സോങ് നമ്മുടെ ജോബി കുര്യനാണ് ഇവരെ വിളിച്ചുണർത്തുന്നത്. എല്ലാ സീസണിലും ഉള്ളതുപോലെ ഫിനാലിലെ മോർണിംഗ് സോങ് പാടുന്നത് ഒരു സിംഗർ തന്നെ ആയിരിക്കും. സിംഗറും പുള്ളിയുടെ ക്രൂവും തന്നെ ആയിരിക്കും. അപ്പൊ ജോബി കുര്യനാണ് വന്ന് പാടുന്നത്. പാടി അവർക്ക് വൈക്കപ്പ് സോങ് കൊടുക്കുകയാണ് ആൻഡ് വീടൊക്കെ കാണിച്ചു കൊടുക്കുന്നു. ആൻഡ് അതിനുശേഷം നേരെ സ്റ്റേജിലേക്കാണ് പോകുന്നത്. സത്യം ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല, സ്റ്റേജ് പെർഫോമൻസിന്റെയോ അല്ലെങ്കിൽ ഫിനാലയുടെ ഒരു പ്രൊമോ പോലും ഏഷ്യാനെറ്റ് ഇട്ടിട്ടില്ല. ലാലേട്ടന്റെ ഇന്ന് ഫിനാലയാണ് എന്നുള്ള ലാലേട്ടന്റെ അല്ല, നമ്മൾ എപ്പോഴും എവിക്ഷൻ അല്ല, ഒരു വീക്കെൻഡ് എപ്പിസോഡ് മുമ്പ് കാണുന്ന ലാലേട്ടന്റെ ഒരു പ്രമോ ഇല്ലേ, ആദ്യത്തെ പ്രമോ ഇല്ലേ, അതുപോലത്തെ ഒരു പ്രമോ മാത്രമേ ഇന്ന് വന്നിട്ടുള്ളൂ. വേറെ ഒരു പ്രമോയും വന്നിട്ടില്ല. വേറെ ഇത് എടുത്തു പറയേണ്ട കാര്യമാണ്, വേറെ ഒരു പ്രമോയും വന്നിട്ടില്ല. ആൻഡ് അത് മാത്രമല്ല, ഇത് തുടങ്ങുന്നതിന് മുമ്പ് വരെ അനീഷാണ് അനിമോളാണ് വിന്നർ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് മാത്രമല്ല, ഇടയ്ക്ക് ന്യൂസും വന്ന് ടോപ്പ് 5 നെവിൻ, ടോപ്പ് 4 അക്ബർ, ടോപ്പ് 3 ഷാനവാസ്, ടോപ്പ് 2 അനീഷ്, ടോപ്പ് 1 അനിമോൾ, അല്ലെങ്കിൽ ടോപ്പ് 2 അനിമോൾ, ടോപ്പ് 1 അനീഷ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ന്യൂസ് എല്ലാം കുറെ പേര് ഓൺലൈനൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം ആ സ്റ്റേജിലേക്ക് വരികയാണ്. ലാലേട്ടന്റെ എൻട്രി ഡാൻസ് ആണ്, ഡാൻസേഴ്സ് ഉണ്ട്, ലാലേട്ടന്റെ എൻട്രി ആണ് കാണിക്കുന്നത്. അതിനുശേഷം അതിനുശേഷം ലാലേട്ടൻ വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ എവിക്റ്റർ കണ്ടസ്റ്റൻസിന്റെ എൻട്രി ആണ്. അവര് കഴിഞ്ഞ വർഷത്തെ അതേ മോഡലിലാണ് ഒരു പാട്ടിടും. ആ പാട്ടിനനുസരിച്ച് ഇവരെല്ലാവരും എൻട്രി ചെയ്യുന്നു. എനിക്ക് ആ എൻട്രിയിൽ എടുത്ത് പറയേണ്ട കാര്യം, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജിസൈലിന്റെ ആര്യന്റെ എൻട്രിയാണ്. കാരണം അവർ അത്ര ഷൈനിങ് ആയിട്ടാണ് അവരുടെ എൻട്രി. എനിക്ക് ഇവരുടെ രണ്ടുപേരുടെ എൻട്രി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു, പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവരും വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് വന്നത്. അതിനുശേഷം ലാലേട്ടൻ എല്ലാവരെയും കാണിക്കുകയാണ്. അതിൽ ആദിലയും നൂറയൊക്കെ വരുന്നുണ്ട്. ആൻഡ് ആദിലയും നൂറയും സ്റ്റേജിലേക്ക് ലാലേട്ടൻ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ആദിലയുടെ നൂറയോട് സംസാരിക്കുന്നത്, എന്ത് പറ്റി, എത്രാമത്തെ ദിവസമാണ് പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നൂറ വരുമായിരുന്നു കേട്ടോ, പറയാൻ അത് ഇപ്പോഴും ഒരു വിഷമമാണ്. നൂറ ശരിക്കും ടോപ്പ് 5 വരുമായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ആദിലയുടെ നൂറയുടെയും ജേർണി വീഡിയോ കാണിക്കുന്നു. ആൻഡ് ലാലേട്ടൻ കൊടുത്ത പ്രോമിസ്, അതായത് നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്റെ വീട്ടിലേക്ക് വരാം, നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ അറിയിച്ചാൽ മതി, വീട്ടിൽ വരാം എന്ന് ലാലേട്ടൻ പറയുകയാണ്, ആ പ്രോമിസ് കൊടുക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും സന്തോഷം. ഈ സമയത്ത് ലക്ഷ്മിയുടെ മുഖത്ത് ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ലക്ഷ്മിയുടെ മുഖത്ത് മുഖമാകുന്നില്ല, ലക്ഷ്മിക്ക് സന്തോഷം പോലെയാണ് ലക്ഷ്മി ഇരിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോ വേണേലും വീട്ടിൽ വരാമെന്ന് ലാലേട്ടൻ അവർക്ക് പറയാണ്. അവർക്ക് ഇതിലും വലിയൊരു അച്ചീവ്മെന്റ് വേറെ കിട്ടാനും ഇല്ല, അത് വേറെ കാര്യം. അത് മാത്രമല്ല ഇവർക്ക് ഈ ആതിരയ്ക്കും നൂറയ്ക്കും എടുത്തു പറയേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഫിനാലെ വീക്കിലാണ് ഇവരുടെ ജേർണി വീഡിയോ കാണിക്കുന്നത്. ഫിനാലെ വീക്കിലല്ല, ഫിനാലെ സ്റ്റേജിൽ വെച്ചാണ് ഇവരുടെ ജേർണി വീഡിയോ കാണിക്കുന്നത്. സാധാരണ എപ്പോഴാണ് ഇവരുടെ ജേർണി വീഡിയോ കാണിക്കുന്നത്? ഇവരുടെ ജേർണി വീഡിയോ കാണിക്കുന്നത് ഒന്നെങ്കിൽ ഇവരുടെ മാത്രമേ ടോപ്പ് 5 കണ്ടസ്റ്റൻസിലെ മാത്രമേ ഫിനാലെ വേദിയിൽ ഇവരുടെ ജേർണി വീഡിയോ കാണിക്കുള്ളൂ. അപ്പൊ അത്രയും ഒരു ഭാഗ്യം ഉണ്ടായി. കഴിഞ്ഞ വർഷം ശ്രീധൂര് ഇതുപോലെ ഒരു ഭാഗ്യം ഉണ്ടായി. പക്ഷെ സായിക്കില്ലായിരുന്നു. സായി പണപ്പെട്ടി എടുത്ത് പോയോണ്ട് സായിയുടെ ജേർണി വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ശ്രീധൂന് ഇതുപോലെ മിഡ് വീക്ക് എവിക്ഷനിൽ പോയോണ്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം ഇവരുടെ ജേർണി വീഡിയോ കാണിക്കുന്നു, വീട്ടിലേക്ക് ക്ഷണിക്കുന്നു, നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടില് നമ്മുടെ സീസൺ 4 ഉണ്ടായിരുന്ന ഡാൻസ് ഉണ്ടല്ലോ, ഇവരുടെ എല്ലാവരുടെയും ഡാൻസ്,
അതുപോലൊരു ഡാൻസ് പെർഫോമൻസ്. പക്ഷെ ഇവരധികം ഡാൻസ് കളിച്ചു. എനിക്ക് തോന്നുന്ന അനുമോളും അക്ബറും നെവിനും മാത്രമേ, എസ്പെഷ്യലി നെവിന്റെ ഡാൻസ് അടിപൊളിയായിരുന്നു. ഇവരുടെ ഡാൻസ് മാത്രമേ, ഇവര് അത്യാവശ്യം ഡാൻസ് ഒന്നും രണ്ടെങ്കിലും സ്റ്റെപ്പ് ഇട്ടുള്ളൂ. ഈ അനീഷും ഷാനവാസും വലിയ സ്റ്റെപ്പ് ഒന്നും ഇട്ടില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം പറയാലോ കേട്ടോ, ആ സീസൺ 4 ആ ഡാൻസ് അടിപൊളിയായിരുന്നു. ആ ഒരു മോഡല് നമുക്ക് ആ ഒരു മോഡാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും പക്ഷെ അങ്ങനെ വന്നിരുന്നെങ്കിൽ പിന്നെയും കൊള്ളായിരുന്നു. പക്ഷെ ആ ഒരു സീസൺ 4 ഡാൻസ് ആണ് എടുത്തു നിൽക്കുന്നത്. ഇപ്പോഴും എന്റെ മനസ്സിന്റെ എടുത്ത് നിൽക്കുന്നത് സീസൺ 4 ഡാൻസ് തന്നെയാണ് കേട്ടോ. അത് ഞാൻ എടുത്തു പറയും. എനിക്കത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു പെട്ടെന്ന് ആ ഡാൻസ് കണ്ടപ്പോൾ. ആൻഡ് ഇതിന് ശേഷം ഫൈനലിസ്റ്റുകളോട് സംസാരിക്കുകയാണ് ലാലേട്ടൻ. എന്ത് തോന്നുന്നു ഓരോരുത്തരുടെ ചോദിക്കുന്നത്. ഓരോരുത്തരുടെ അടുത്തായിട്ട് ലാലേട്ടൻ ചോദിക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് സ്പീഡിൽ പറയുന്നതുകൊണ്ട് ചില വാക്കുകളൊന്നും ആക്കി വരുന്നില്ല, അതുകൊണ്ടാണ്, സോറി കേട്ടോ. അപ്പം അങ്ങനെ ചോദിച്ച് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറയാണ്. എല്ലാവരും നന്ദി പറയുന്നുണ്ട്. ഏഷ്യാനെറ്റിനോട്, ബിഗ് ബോസിനോട്, ലാലേട്ടനോട്, പ്രേക്ഷകരെല്ലാം നന്ദി പറയുന്ന ഒറ്റ വാക്കാണ് പറയുന്നത്. അങ്ങനെ ട്രോഫി റിവീൽ ചെയ്യാണ്. ട്രോഫിയും സീസൺ 4 അതേ ട്രോഫി, അതേ ഷേപ്പ് ട്രോഫി തന്നെയാണ്. ആൻഡ് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല, എല്ലാരും കൂടി എടുത്തു പൊക്കുന്നത് ഒരു ലേഡിയുടെ ഒരു മോഡലിലാണ്. ആ ലേഡിയാണ് ഈ ഐ ലോഗോ പിടിച്ച് നിൽക്കുന്നത്. എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അതായത് ഈ ബാക്കിയുള്ള എല്ലാ മെയിൽ കണ്ടസ്റ്റൻസും നിൽക്കുന്നത് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു ആ ട്രോഫി കണ്ടപ്പോൾ തന്നെ. ആൻഡ് അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ഈ ഒരു സീസണിലെ അവരുടെ എല്ലാവരുടെയും ജേർണി വീഡിയോ ഒരുമിച്ച് കാണിക്കുകയാണ്. എന്തൊക്കെ സംഭവങ്ങൾ നടന്നു എല്ലാം എടുത്ത് കാണിക്കുകയാണ്. അതിൽ ലാലേട്ടൻ എന്നിട്ട് പറയണം, നിങ്ങളെ ഇപ്പോഴും എന്റെ പിള്ളേർ തന്നെയാണെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം എവിക്റ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് കുറച്ചു പേരുടെയൊക്കെ സംസാരിക്കുന്നുണ്ട്. എല്ലാവരുടെ മസ്താനി, പിന്നെ അതുപോലെ തന്നെ രേണു പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ ആ സമയത്ത്. പിന്നെ അതുപോലെ തന്നെ അപ്പാനി, എല്ലാവരോടും ജിസയിൽ, ഇവരോടെല്ലാം ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. ആൻഡ് അതിനുശേഷം എന്ത് ചെയ്യാണ്, ഒരു സ്കിറ്റാണ് വരുന്നത്. അത് ആക്ടർ ജഗദീഷ് സാറാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അതിലെല്ലാരും പൊളിച്ചെടുക്കുന്നുണ്ട്. 16 ലക്ഷത്തിന്റെ PR പൊളിച്ചെടുക്കുന്നുണ്ട്, റിവ്യൂവേഴ്സിനെ പൊളിച്ചെടുക്കുന്നുണ്ട്. റിവ്യൂവേഴ്സ് എനിക്ക് ഞാൻ പേര് പറഞ്ഞില്ല, പുള്ളിയാണെന്ന് തോന്നുന്നു. പിന്നെ കുറെ പേരൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട് അവിടെ അത്യാവശ്യം. പക്ഷെ വലിയൊരു എറിച്ചുന്ന ഒരു സ്കിറ്റൊന്നും അല്ല. പക്ഷെ ഓക്കെ, അടിപൊളിയായിരുന്നു. അത്യാവശ്യം നല്ലൊരു സ്കിറ്റായിരുന്നു. പറയാതില്ല, എല്ലാ കണ്ടന്റും അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നീട് ഫസ്റ്റ് എവിക്ഷൻ നടക്കുകയാണ്. ടോപ്പ് 5 എവിക്ഷൻ നടക്കുകയാണ്. ഈ എവിക്ഷൻ നടക്കുന്നത് നമ്മുടെ സീസൺ 6 അപ്സരയുടെ എവിക്ഷൻ നടന്നില്ലേ? ഓരോ കളത്തിൽ ഓരോ ബോക്സ് എടുത്ത് ഒരു കാർഡ് എടുത്ത് വായിക്കണം, അങ്ങനത്തെ ഒരു എവിക്ഷൻ ആയിരുന്നു നടന്നത്. ഒരു കണക്ക് അനുസരിച്ചുള്ള എവിക്ഷനാണ് നടന്നത്. ആൻഡ് ലാസ്റ്റ് ഷാനവാസ് ആദ്യം തന്നെ അനുമോള്, ഇവര് നിന്ന പൊസിഷൻ അനുമോള് ഫസ്റ്റ്, അനീഷ് സെക്കൻഡ്, അക്ബർ തേർഡ്, ഷാനവാസ് ഫോർത്ത്, ഫിഫ്ത്ത് നെവിൻ, അങ്ങനെയാണ് നിന്നത്. ആൻഡ് ഇതുപോലെ തന്നെ അനുമോൾ ആദ്യം സേവ് ആവുന്നു, നെവിൻ രണ്ടാമത് സേവ്. സത്യം പറഞ്ഞ ഞാൻ ഓൺലൈനിൽ ഇതൊക്കെ കാണുമ്പോൾ നെവിൻ ഫിഫ്ത്ത് എന്ന് പറഞ്ഞു. അപ്പൊ നെവിൻ സേവ് ആയപ്പോ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഇനി ഷാനവാസ് ഫിഫ്ത്ത് ആയോ, അക്ബർ ഫിഫ്ത്ത് ആയോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ഷാനവാസും അനീഷും കൂടെ അവിടെ ഒരു ഫ്ലക്സ് പോലത്തെ കാര്യം അടിച്ചു പൊട്ടിക്കാൻ പറഞ്ഞു. അപ്പൊ അടിച്ചു പൊട്ടിക്കുമ്പോൾ അനീഷ് സേവ്ഡ്, ഷാനവാസ് സേവ്ഡ് എന്ന് കാണിക്കുന്നു. പെട്ടെന്ന് റെഡ് ലൈറ്റ്സ് ഒക്കെ അക്ബറിന് നേരെ വരികയാണ്. അക്ബർ എവിക്റ്റഡ് എന്ന് ബിഗ് ബോസ് പറയാണ്. ശരിക്കും പറഞ്ഞാൽ ഷോക്കിംഗ് എവിക്ഷൻ ആയിരുന്നു. ഇനി അക്ബറിനെ പറ്റി പറയാം. അക്ബറിൻ്റെത് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള എവിക്ഷൻ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അക്ബറിന്റെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള എവിക്ഷൻ ആയിരുന്നു. കാരണം അക്ബർ പറയുന്നുണ്ടായിരുന്നു, ഇത്രയും പേരെ വില്ലനാക്കിയ ഒരാളല്ലേ ഞാൻ, ഒരു വില്ലനെങ്കിലും ആ വില്ലൻ ഫിനാലയിൽ വരണ്ടേ. അക്ബർ ഫിനാലയിൽ വരുന്നു. അക്ബർ തന്നെയാണ് ഈ സീസണിന്റെ വില്ലൻ. ആർക്കും പറ്റാത്ത കാര്യമാണ് അക്ബറിന് പറ്റിയത്. ഈ ഒരു സീസണിന്റെ വില്ലൻ ആവുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമല്ല, അത്ര ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യമാണ്. വലിയ കാര്യമാണ്. അക്ബറിനെ പറ്റി പറയുകയാണെങ്കിൽ അക്ബർ ഈ സീസൺ ഒരു വലിയൊരു ഭാഗം തന്നെയായിരുന്നു. ഒരുപാട് പേരുടെ കളി, ഗെയിം അക്ബറിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ അക്ബർ കളിച്ചതെല്ലാം നെഗറ്റീവായിട്ടാണ് പുറത്ത് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അക്ബറിന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ആര്യനുമായിട്ട് ചെയ്ത ആ ഒരു സീക്രട്ട് ടാസ്ക്, അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ
അക്ബറിനെ പോസിറ്റീവ് ആക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അക്ബറിന്റെ ഗെയിം പ്ലാൻ, അതായത് എസ്പെഷ്യലി അക്ബറിന്റെ ഗെയിം പ്ലാൻ ആൾക്കാർക്ക് മനസ്സിലായത് ഈ വൈൽഡ് കാർഡ് എൻട്രി വന്നപ്പോൾ പണിപ്പുര ടാസ്ക് അവർക്ക് കൊടുത്തപ്പോഴാണ് അക്ബർ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഗെയിം കൺട്രോൾ ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം അത് അക്ബറിന് പോസിറ്റീവായി. ശരിക്കും പറഞ്ഞാൽ അക്ബർ നല്ലതുപോലെ ഈ ഒരു സീസൺ, എനിക്ക് തോന്നുന്നത് അക്ബറിന് മാത്രമല്ല ഈ 5 പേർക്ക് ഒരു സീസണിൽ വിന്നർ ആവാനുള്ള എല്ലാ ക്വാളിറ്റിയും ഉണ്ടായിരുന്നു, ഈ 5 പേർക്കും. അപ്പം അക്ബർ എവിക്റ്റഡ് ആയി. അപ്പം അക്ബറിനോട് പറയാനുള്ളത് സീസൺ അവിടെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ അക്ബറിന്റെ ലൈഫായിട്ട് മുന്നോട്ട് പോവുക, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്കൊരു ഓൾ ദ ബെസ്റ്റ് പറയാണ്. എല്ലാ ഭാവങ്ങളും ഈശ്വരൻ തരട്ടെ താങ്കളുടെ ലൈഫിൽ. അപ്പം അക്ബർ എവിക്റ്റഡ് ആയിട്ട് ലാലേട്ടന്റെ അടുത്തേക്ക് വരികയാണ്. ലാലേട്ടന്റെ അടുത്തേക്ക് വന്നിട്ട് ജേർണി വീഡിയോ കാണിക്കുന്നുണ്ട്. അക്ബറിന്റെ നല്ല അടിപൊളി ജേർണി വീഡിയോ തന്നെയാണ്. അതായത് നമ്മള് ഈ ജാസ്മിൻ, നമ്മുടെ ഈ അർജുനൊക്കെ കാണിച്ച ഒരു ജേർണി വീഡിയോ ഉണ്ടല്ലോ, അത് ഒരു മോഡാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഈ അക്ബറിനും ഷാനവാസിനും ഒരേ ടൈപ്പ് ജേർണി വീഡിയോ ആണ് കേട്ടോ കാണിച്ചു കൊടുത്തത്. ആൻഡ് അങ്ങനെ അക്ബർ ലാലേട്ടന്റെ അടുത്തേക്ക് വരികയാണ്. ഇതിനുശേഷം ഈ ഒരു സമയത്തിന് മുമ്പ് പണിപ്പുരയിലെ ഒരു അവസാന ടാസ്ക് ഇവർക്ക്, ഇത് 20 സെക്കൻഡിനുള്ളിൽ പണിപ്പുരയിൽ ഒരു കാര്യം വെച്ചിട്ടുണ്ട് എടുത്തുകൊണ്ട് വരാം. അപ്പൊ അനുമോക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അത് ലാലേട്ടൻ എഴുതി ഒപ്പിട്ട് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണ്. അത് ഷാനവാസിന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഷാനവാസിനാണ് കിട്ടാത്തത്. അനുമോളുടെ സർട്ടിഫിക്കറ്റ് നെവിന്റെ കയ്യിലും അനീഷിന്റെ സർട്ടിഫിക്കറ്റ് അക്ബറിന്റെ കയ്യിലും അക്ബറിന്റെ സർട്ടിഫിക്കറ്റ് അനീഷിന്റെ കയ്യിലും ഉണ്ടായിരുന്നു. ഷാനവാസിന് കിട്ടിയില്ല. അങ്ങനെ അതും അവിടെ നടന്നിട്ടുണ്ട്, എടുത്ത് പറയാൻ ഞാൻ മറന്നുപോയി. ആൻഡ് ഇതിനുശേഷം ഇത് KS ചിത്ര നയിക്കുന്ന സ്റ്റാർ സിംഗേഴ്സിലെ പിള്ളേരുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ അവരുടെ സോങ്ങിന് ശേഷം സ്റ്റാർ സിംഗേഴ്സ് റീലോഡർ എന്ന് പറഞ്ഞ് ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ആദ്യം ഇനോഗ്രേഷൻ ചെയ്ത ലാലേട്ടനാണെന്നൊക്കെ എടുത്ത് ഓർമ്മിച്ച് പറയുന്നുണ്ടായിരുന്നു. വട്ടിയൂർക്കാവ് ലക്ഷ്മി തിയേറ്ററിലാണ് ഇതിന്റെ ആദ്യത്തെ ഷോ നടന്നെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം ശൈത്യയുടെ ബിന്നിയുടെ ഡാൻസ് പെർഫോമൻസ് ആണ്. പിന്നെ അതിനുശേഷം പിന്നെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടില് അടുത്ത എവിക്ഷൻ നടക്കുകയാണ്. ഒരു കൊടി പോലത്തെ സംഭവം ഉണ്ട്, അത് കയറ് വലിക്കുമ്പോൾ ആരാണ് എവിക്റ്റഡ് ആണെന്നുള്ള ഫ്ലക്സ് താഴെ വീഴും. അങ്ങനെ ഫ്ലക്സ് താഴെ വീഴുമ്പോൾ നെവിൻ എവിക്റ്റഡ് എന്ന് കാണിക്കുകയാണ്. നെവിൻ എവിക്റ്റായി പോകുന്നത്. പക്ഷെ നെവിൻ പോസിറ്റീവായിട്ട് ഇറങ്ങിപ്പോകുന്നു. നെവിൻ പറയുന്നത് എനിക്ക് ഫിനാലയിൽ നിന്നും കപ്പ് വേണ്ട, പക്ഷെ ഫിനാലെ വീക്ക് വരെ എനിക്ക് എത്തണം, ഞാനത് സാധിച്ചു, ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ് എന്ന് പറഞ്ഞ് നെവിൻ പോവുകയാണ്. നെവിനെ പറ്റി പറയാനുള്ളത്, നെവിൻ എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ ഈ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഗെയിമർ, ഒരു കണ്ടസ്റ്റന്റ് വന്നിട്ടില്ല. 100% പറയാം, ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് വന്നിട്ടില്ല. എന്റർടൈൻമെന്റ്, ഗെയിം, അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് എല്ലാം ഉണ്ടായിരുന്നു നെവിന്. നെവിൻ ഉള്ളത് കൊണ്ട് എൻ്റെ ചിലർ പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസ് കാണുന്ന ചിലർ പറഞ്ഞിട്ടുണ്ട്, നെവിൻ ഉള്ളപ്പോഴാണ് ഈ സീസൺ കാണാൻ കൊള്ളാവുന്നത്. നമ്മളെ പിടിച്ചിരുത്തുന്ന നെവിന്റെ എന്റർടൈൻമെന്റ് ഫാക്ടർ തന്നെയാണ് എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എന്നോട്. ആൻഡ് എനിക്കും അതേ സെയിം അഭിപ്രായമാണ്. ഈ സീസൺ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാനുള്ള വഴി തുറന്നു കൊടുത്തത് നെവിൻ തന്നെയാണ്. നെവിൻ എന്നുള്ള ആ ഒരു എന്റർടൈനർ തന്നെയാണ്, എന്റർടൈനർ ആയിട്ടുള്ള ഒരു ഗെയിമർ തന്നെയാണ്. അപ്പം നെവിന് ഓൾ ദ ബെസ്റ്റ് നേരെയാണ്. നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ. വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ മറന്നേക്കുക, റിയാലിറ്റി ഷോ ആയിട്ട് ബേസ് ചെയ്ത കാര്യങ്ങളൊക്കെ മറന്നേക്കുക. താങ്കൾക്ക് നല്ലൊരു ലൈഫ് പുറത്തുണ്ട്, താങ്കൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാത്തിരിക്കുന്നുണ്ട്. സോ നെഗറ്റീവ്സ് എല്ലാം മാറ്റിക്കളഞ്ഞിട്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് പോസിറ്റീവ് മൈൻഡിലൂടെ അങ്ങനെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും എടുത്ത് ലൈഫിൽ മുന്നോട്ട് പോവുക, ഉയരങ്ങളിലേക്ക് എത്തുക. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നെവിൻ അങ്ങനെ എവിക്റ്റഡ് ആവുന്നു. ലാലേട്ടൻ്റെ അടുത്തേക്ക് വരുന്നു. ലാലേട്ടൻ്റെ അടുത്തേക്ക് വന്ന് ജേർണി വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. നെവിൻ്റെ കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു ജേർണി വീഡിയോ. എനിക്ക് ഇതിൽ ഫീൽ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നെവിനും അനുമോക്കും കുറച്ച് നീളമുള്ള വലിയൊരു ജേർണി വീഡിയോ തന്നെയായിരുന്നു. മാത്രമല്ല ഇവർക്ക് രണ്ടുപേർക്കും അനുമോക്കും നെവിനൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ തവണ നോമിനേഷനിൽ വന്ന 2 വ്യക്തികളാണ് അനുമോളും നെവിനും എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ തവണ നോമിനേഷനിൽ വന്ന 2 വ്യക്തികളാണ് അനുമോളും നെവിനും. അപ്പം അവർക്ക് ഇതൊരു പ്രൗഡ് മൊമെന്റ് ആണ്. ഇത്രയും കൂടുതൽ പ്രാവശ്യം നോമിനേഷനിൽ വന്നിട്ട് പോലും അവർ വിക്റ്റ് ആയില്ല. അവർ ടോപ്പ് 5-ൽ വന്നു, ഫിനാലെ വേദിയിൽ വന്നു. അത് അവർക്കൊരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. ഇതിനുശേഷം അപ്പാനയുടെയും അഭിയുടെയും ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് കാണുന്നത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ വോട്ടിങ്ങിന്റെ ലിസ്റ്റ്,
വോട്ടിങ്ങിന്റെ എല്ലാ ഡീറ്റെയിൽസും ലാലേട്ടൻ കാണിക്കുന്നുണ്ട്. അത് ഷുവറായിട്ടും വേണം. കാരണം എന്താണ് ഇവര് എവിക്റ്റ് ആവാനുള്ള കാരണം നോക്കുമ്പോൾ ഈ വോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് അനിമോള്, അനീഷ്, ഷാനവാസ്, നൂറ. ഈ നൂറ ഇവർ ഇത്രയും പേർക്കാണ് വോട്ടിങ് കൂടുതൽ കിട്ടിയിട്ടുള്ളതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ജിസയിൽ അത്യാവശ്യം ഒരു ടൈമിൽ വോട്ടിംഗ് കൂടി നിന്നിട്ടുണ്ട്. അങ്ങനെ ഇത്രയും പേർക്കൊക്കെയാണ് വോട്ടിംഗ് കൂടുതൽ നിന്നിട്ടുള്ളത്. പക്ഷെ ഇതിൽ നൂറയും ജിസയിലും അൺഫോർച്ചുനേറ്റ്ലി അവര് എവിക്റ്റ് ആയിപ്പോയി. ബട്ട് അനീഷ് ചില സമയത്തൊക്കെ 1% വോട്ടിന്റെ ഡിഫറൻസിൽ അനിമോൾ കൂടുതലും അനീഷ് കൂടുതലും, അനീഷ് കുറവ്, അനീഷ് കൂടുതലും, അനിമോൾ ചെറിയ ശതമാനത്തിന്റെ വ്യത്യാസങ്ങളാണ് ഇവരെ വോട്ടിംഗ് നിന്നത്. എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല, ചെറിയ ശതമാനത്തിൽ. ഇവർ രണ്ടുപേരും ഇല്ലാത്തപ്പോ ഷാനവാസാണ് വോട്ടിങ്ങിൽ കയറി വന്നത്. അപ്പൊ അങ്ങനെ ആ വോട്ടിംഗ് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും. രേണുവിന് അത്യാവശ്യം വോട്ടിംഗ് ഉണ്ടായിരുന്നു. അത് എടുത്തു വരേണ്ട കാര്യമാണ്. പിന്നീട് വോട്ടിംഗ് കാണിക്കുന്നത് ഈ ആഴ്ച 38 ലക്ഷം പേരാണ് കൂടുതലായിട്ട് വോട്ട് ചെയ്തത് ഈ ആഴ്ച. അതിൽ തന്നെ കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് കൂടുതലാണ്, ഇരട്ടിയാണ്, കോടികളുടെ വോട്ടാണ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എത്ര കോടി വോട്ടൊക്കെ വന്നു എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇതിനുശേഷം സാബുമാന്റെ റെനയുടെ പെർഫോമൻസും ആര്യന്റെയും ജിസയിലിന്റെ പെർഫോമൻസും ആണ്. പിന്നീട് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ നിന്ന് ഒരാൾ എവിക്റ്റഡ് ആവുകയാണ്. എവിക്റ്റഡ് ആവുന്ന സമയത്ത് ഷാനവാസ് ആണ് എവിക്റ്റ് ആവുന്നത്. അത് ഇവർ 3 പേരും 3 പോടി കയറി നിൽക്കുക. ഒരു ടേബിളല്ല, ഒരു എന്താ പറയാ, ഒരു സ്ഥലം വെച്ചിട്ട് അതിൽ കയറി നിൽക്കുമ്പോൾ അവിടെ ക്യൂ കാർഡ് ഉണ്ട്. ക്യൂ കാർഡ് നോക്കി വായിച്ചിട്ട് മുഖത്തോട് ചേർത്ത് പിടിച്ചിട്ട് അവിടെ വെക്കുക. എന്നിട്ട് ക്യൂ കാർഡ് വായിക്കാൻ പറയാണ്. അതില് ഷാനവാസ് പറയുന്നത് അനിമോൾ സേവ്ഡ് എന്നാണ് ഷാനവാസിന്റെ ക്യൂ കാർഡിൽ ഉണ്ടായിരുന്നത്. അനീഷിന്റെ ക്യൂ കാർഡിൽ ഉണ്ടായിരുന്നത് ഷാനവാസ് എവിക്റ്റഡ് എന്നാണ്. അങ്ങനെ അനിമോളും അനീഷും സേവ് ആയിട്ട് ഷാനവാസ് എവിക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് അവർ ഷാനവാസ് എവിക്റ്റ് ആയി പോകുന്നു. ഷാനവാസിനെ പറ്റി പറയാനുള്ളത്, ഷാനവാസ് ഡേ 1 മുതൽ അനീഷിന്റെ പിന്നാലെ തന്നെ നടന്ന് അനീഷിന്റെ ഗെയിം മാക്സിമം ഒന്ന് ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഷാനവാസ് ശ്രമിച്ചിട്ടുണ്ട്. ഷാനവാസിന്റേതായിട്ടുള്ള ഗെയിം കളിച്ചിട്ടുണ്ട്. അവിടെ ഷാനവാസ് നന്നായിട്ട് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടന്റ് ക്രിയേറ്റർ ആണ് അവിടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ. നന്നായിട്ട് തന്നെ ഗെയിം കളിച്ചൊരു വ്യക്തി തന്നെയാണ് ഷാനവാസ്. അദ്ദേഹം നന്നായിട്ട് ഒരു സമയത്ത് ഷാനവാസിനെയാണ് വോട്ട് കൂടുതൽ നിന്നിട്ടുണ്ടായിരുന്നത്. കാരണം അന്നത്തെ ആ ഹോട്ടൽ ടാസ്കിന് ശേഷം ഷാനവാസിന് വോട്ട് കൂടി. പക്ഷെ ഷാനവാസിന് നെഗറ്റീവ് ആവുന്ന ചില സംഭവങ്ങൾ വീട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാം അതിജീവിച്ച് ഷാനവാസ് ടോപ്പ് 3 എത്തിയത് വലിയ കാര്യമാണ്. കാരണം ബിഗ് ബോസ് മലയാളത്തിന്റെ ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ ടോപ്പ് 3 വന്നിട്ടുള്ളവരൊക്കെ ഗെയിമിൽ വലിയ ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കിയവരാണ്. സീസൺ 4 റിയാസ് ആയാലും, സീസൺ 5 ജുനൈസ് ആയാലും, സീസൺ 6 നമ്മുടെ ജാസ്മിൻ ജാഫറിനൊക്കെ വിന്നർ എന്ന് പറഞ്ഞിരുന്ന സമയമാണ്. ആൻഡ് ഇപ്പൊ സീസൺ 7 ഈ ഷാനവാസ് ആയാലും നിങ്ങളൊക്കെ വലിയൊരു സംഭാവനയാണ് ബിഗ് ബോസ് മലയാളത്തിൽ നൽകിയിട്ടുള്ളത്. ഇപ്പം ഷാനവാസ് ടോപ്പ് 3 എന്നുള്ളത് ഒരു വിന്നർ ക്വാളിറ്റി ഉള്ളവർക്ക് ലഭിക്കുന്ന അംഗീകാരം തന്നെയാണ്. സോ ഷാനവാസിന്റെ ലൈഫിന് ഓൾ ദ ബെസ്റ്റ് നൽകുന്നു. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഷാനവാസ് സ്റ്റേജിലേക്ക് വരുന്നു. ജേർണി വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഷാനവാസിന് ലാലേട്ടൻ ചോദിക്കുകയാണ് ആർക്കായിരിക്കും കപ്പ് കിട്ടാൻ പോകുന്നത്. അപ്പൊ അനീഷ് എന്ന് പറയുകയാണ്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറയുന്നു. അവിടെ പോയി ഇരിക്കുന്നു. ഇതിനുശേഷം സ്പൈക്കുട്ടൻ വീഡിയോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ സ്പൈക്കുട്ടൻ വരുന്നു. സ്പൈക്കുട്ടൻ യാത്ര ചോദിക്കുകയാണ്. സ്പൈക്കുട്ടന്റെ ദുബായിൽ എന്തോ ഒരു ഇനോഗ്രേഷൻ ഉണ്ടെന്ന് പറയുന്നത് സ്പൈക്കുട്ടൻ യാത്ര ചോദിച്ച് പോവാണ്. സ്പൈക്കുട്ടന് സീസൺ 8 പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും പറഞ്ഞു. അതിനുശേഷം ജോബ് കുര്യന്റെ തന്നെ ഒരു മ്യൂസിക്കൽ പെർഫോമൻസ് ആണ് നടക്കുന്നത്. ആൻഡ് ഫൈനലി നമ്മൾ കാത്തിരുന്ന ആ ഒരു സമയം വരികയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നറിനെ അനൗൺസ് ചെയ്യേണ്ട സമയം വന്നിരിക്കുകയാണ്. അപ്പൊ ലാലേട്ടൻ പോയിട്ട് ഡ്രസ്സൊക്കെ പെട്ടെന്ന് മാറി നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ അനിമോളും അനീഷും എന്തൊക്കെ സംസാരിച്ച് അവിടെ നിൽക്കുന്നു. ലാലേട്ടൻ വന്നതുപോലും അറിഞ്ഞില്ല. ലാലേട്ടൻ കയറി വന്നപ്പോഴാണ് അനീഷും അനിമോളും അറിയുന്നത്. ആൻഡ് അവരോട് സംസാരിക്കുന്നുണ്ട്, ബിഗ് ബോസിനോട് സംസാരിക്കുന്നുണ്ട്. ബിഗ് ബോസ് ലാലേട്ടനോട് നന്ദി ബിഗ് ബോസ് പറയാണ്. എന്നിട്ട് ഫസ്റ്റ് അനീഷിന്റെ ജേർണി വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. ആൻഡ് അതിനുശേഷം അനിമോളുടെ ജേർണി വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റൂല, ഈ കാണിച്ച ജേർണി വീഡിയോയിൽ ഏറ്റവും മാസ്സായിട്ട് കാണിച്ചിട്ടുള്ളത് അനിമോളുടെ ജേർണി വീഡിയോ തന്നെയാണ്. കുറച്ച് ലോങ് ആയിട്ടും കുറച്ച് മാസ്സായിട്ടും കാണിച്ചിട്ടുള്ളത് അനിമോളുടെ ജേർണി വീഡിയോ തന്നെയാണ്. ഒരു എന്താ പറയാ, എനിക്ക് സീസൺ 6 ഏറ്റവും ഇഷ്ടം അർജുന്റെ ജേർണി വീഡിയോ ആയിരുന്നു.
അതുപോലത്തെ ഒരു ജേർണി വീഡിയോ ആണ് നമ്മുടെ സീസൺ 7 അനുമോക്ക് കാണിച്ചു കൊടുത്തു. നല്ലൊരു കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു നല്ലൊരു ജേർണി വീഡിയോ ആണ് അനുമോക്ക് കിട്ടിയിട്ടുള്ളത്, പറയാതിരിക്കാൻ പറ്റില്ല. ഓൾസോ അനീഷിന്റെ എല്ലാ കണ്ടന്റും ജേർണി വീഡിയോയിൽ ഉണ്ടായിരുന്നു. അനീഷിനതും ഒരു സൂപ്പർ മാസ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കാണിച്ചു കൊടുത്തത്. ആൻഡ് അതിനുശേഷം ബിഗ് ബോസ് സംസാരിക്കുകയാണ്, യാത്ര ചോദിക്കുകയാണ്, എല്ലാവരോടും നന്ദിയും പറയുന്നു. അങ്ങനെ ശബ്ദം മാഞ്ഞു, ബിഗ് ബോസും യാത്ര പറഞ്ഞു. വീടിന്റെ ലൈറ്റ്സ് എല്ലാം ഓഫ് ആവുകയാണ്, അവര് പുറത്തേക്ക് പോവുകയാണ്, നേരെ സ്റ്റേജിലേക്ക് വരികയാണ്. സ്റ്റേജിലേക്ക് വന്നതിന് ശേഷം സ്പോൺസേഴ്സ് എല്ലാം സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. എസ്പെഷ്യലി ഫസ്റ്റ് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഹെഡായിട്ടുള്ള കിഷൻ കുമാർ സാറ്, പിന്നെ അതുപോലെ തന്നെ റീഗൽ ജ്വല്ലറിയുടെ ആ ഹെഡും വരുന്നുണ്ട്. അദ്ദേഹം വന്നിട്ട് ആര്യന് നമ്മുടെ നെക്ലസ് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ആര്യന് ഒരു കൺഗ്രാജുലേഷൻസ് കേട്ടോ, കാരണം ആര്യന് അത് കിട്ടാൻ അച്ചീവ് ചെയ്യുന്നുണ്ട്. ആര്യന് കൺഗ്രാജുലേഷൻസ്. ആൻഡ് അതിനുശേഷം ടോപ്പ് 5 എല്ലാവർക്കും ഐജിയുടെ സ്പോൺസർ ആയിട്ടുള്ള ഷാജി അദ്ദേഹം വന്നിട്ട് അവർക്ക് ഓരോ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഇതിൽ ഷാനവാസിന് ഗിഫ്റ്റ് എന്താണെന്ന് കണ്ടില്ല. നമ്മുടെ അക്ബറിന് കിട്ടിയത് ഒരു JBLന്റെ ഒരു പാർട്ടി ബോക്സ് ആണ് കിട്ടിയത്. പിന്നെ നെവിന് കിട്ടിയത് ഡബിൾ ഡോർ ഫ്രിഡ്ജാണ്. ഷാനവാസിന് കിട്ടിയത് കണ്ടിട്ടില്ല. അനീഷിന് ഒരു വലിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അനീഷിന് കിട്ടുന്ന വലിയ ഗിഫ്റ്റ് എന്താന്ന് വെച്ചാൽ, അനീഷ് മൈജിയുടെ കോമണർ കോൺടസ്റ്റിലൂടെ വന്ന വ്യക്തിയാണ്. ടോപ്പ് 2 വന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ അനീഷിന് വീട്ടിലേക്ക് വേണ്ട എല്ലാ ഗൃഹോപകരണങ്ങളും അദ്ദേഹത്തിന്റെ വീട്ടിൽ നേരിട്ട് നമ്മുടെ മൈജി എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. കാരണം ഇതിനും വലിയൊരു അച്ചീവ്മെന്റ് മൈജിന് തരാനില്ല. അത് മാത്രമല്ല, പിന്നെ കോമണർ അനീഷ് സെക്കൻഡ് റണ്ണറപ്പ് ആയതിന് അനീഷിന് നമ്മുടെ ഗാലക്സിയുടെ 2 ഫോൾഡ് ആയിട്ട് പേര് ഞാൻ പറഞ്ഞ മൊബൈലില്ല, ഗാലക്സിയുടെ ഒരു മൊബൈലും സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് വിന്നർ അറിയിച്ചതിന് ശേഷമാണ്. അതിനുശേഷം ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്യുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പും വരുന്നുണ്ട്, അദ്ദേഹം സംസാരിക്കുന്നു. ആൻഡ് ഇതിനുശേഷം മാരുതി സുസുക്കി വിന്നറിന് ഒരു വിക്ടോറിയസ് കാർ കൊടുക്കുകയാണ്. ഇതിനുശേഷമാണ് നമ്മൾ കാത്തിരുന്ന മൊമെന്റ് വരുന്നത്. ആദ്യം വോട്ടിംഗ് LED ബോർഡിൽ കാണിക്കുകയാണ്. ആദ്യം അനീഷ് കൂടി വരുന്നു, പിന്നെ താഴുന്നു, ഒരുമിച്ചാകുന്നു. അനുമോള് കൂടി വരുന്നു, താഴുന്നു, ഒരുമിച്ചാവുന്നു. ലാസ്റ്റ് താഴെ പോകുന്നു, ബേസിൽ പോകുന്നു. പിന്നെ ഇതുപോലെ അനുമോള് കൂടി വരുന്നു, ഒരുമിച്ചാവുന്നു. 47.2% ആകുമ്പോഴത്തേക്കും ലാലേട്ടൻ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നു. ഇത് എന്റെ അവകാശമാണെന്ന് പറഞ്ഞിട്ട് വിന്നർ ആയിട്ടുള്ള അനുമോളുടെ കൈ ലാലേട്ടൻ പിടിച്ച് പൊക്കുകയാണ്. അങ്ങനെ അനുമോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ടൈറ്റിൽ വിന്നർ ആയിരിക്കുകയാണ്. അനുമോള് ബിഗ് ബോസിന്റെ മലയാളം ചരിത്രത്തിന്റെ 2ാമത്തെ ലേഡി വിന്നറാണ്, ലേഡി കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള വിന്നറാണ്. അത് മാത്രമല്ല, അനുമോള് ഇറങ്ങി ഗെയിം കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാൻ നോക്കിയപ്പോഴൊക്കെ മറ്റുള്ളവർ വന്ന അനുമോളുടെ ഗെയിം ഒറ്റപ്പെടൽ ഗെയിം പൊളിച്ചിട്ടുണ്ട്. ആൻഡ് അനുമോള് അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നർ ആവുകയാണ്. സോ അനുമോളെ പറ്റിയിട്ടാണ് ഒരുപാട് പറയാനുള്ളത്. ബിഗ് ബോസ് മലയാളത്തിൽ ഇതുപോലെ ഗെയിം ഇറങ്ങിക്കളിച്ചൊരു വിന്നർ, ഒരു ലേഡി വിന്നറിനെ എടുത്തു പറയണം. ഒരു ഇറങ്ങിക്കളിച്ചൊരു ലേഡി വിന്നർ തന്നെയാണ് അനുമോൾ. ഒരു സർവൈവർ തന്നെയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണും പോലെ അനുമോൾക്ക് നെഗറ്റീവായത് വേറെ ഒന്നുമല്ല, PR ആണ്. PR-ന്റെ വിഷയമാണ്. ബിന്നി പൊട്ടിച്ച് ആ ബോംബായത് 16 ലക്ഷത്തിന്റെ PR. ആ PR എന്നുള്ളത് അനുമോൾക്ക് ഒരു നെഗറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അനുമോൾക്ക് അത് വെച്ചിട്ട് ഒരുപാട് ഡീഗ്രേഡിങ് ഉണ്ടായിട്ടുണ്ട്. മറ്റ് PR-ന്റെ കയ്യിൽ നിന്ന് ഒരുപാട് അറ്റാക്ക് അനുമോൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അനുമോൾ അതെല്ലാം സർവൈവ് ചെയ്ത് അനുമോൾ ഒരു വിന്നറായി എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ഇത് PR-ന്റെ വിജയമാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ PR-നേക്കാൾ വലുതാണ് ജനങ്ങൾ. കാരണം ഒരുപാട് നാളായിട്ട് ജനങ്ങൾ ഞങ്ങൾ അനുമോളുടെ PR ആണെന്നും പറഞ്ഞുകൊണ്ട് വീട്ടമ്മമാര് അനുമോള് കരയുമ്പോ കരയുന്ന റീൽസും, അതുപോലെ തന്നെ അനുമോള് കാണുന്ന അനുമോളിനെ ജയിക്കുന്ന ഒരുപാട് വീട്ടമ്മമാര് സത്യം പറഞ്ഞ വീട്ടമ്മമാരുടെ ഒരു സപ്പോർട്ട് അനുമോൾക്ക് ഉണ്ടായിരുന്നു, സത്യമായിട്ട് അനുമോൾക്ക് ഉണ്ടായിരുന്നു. ആൻഡ് അതുപോലെ അനുമോള് അത്രയും നന്നായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട്. ഒരു സത്യമായിട്ട് അനുമോള് ഗെയിം കളിച്ചിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അനുമോള് നന്നായിട്ട് ഗെയിം കളിച്ചൊരു വ്യക്തി തന്നെയാണ്. നെഗറ്റീവ്സും ഉണ്ട്, പോസിറ്റീവ്സും ഉണ്ട്. എല്ലാ അനുമോളിലും നിക്ഷിപ്തമാണ്. ഒരുപാട് പേര് ബുള്ളി ചെയ്തിട്ടുണ്ട്, കൂട്ടമായിട്ട് ബുള്ളി ചെയ്തിട്ടുണ്ട്. അത് ഈ ഫിനാലെ വീക്കായാലും ഗെയിം നടക്കുന്ന ടൈമിൽ ഒരുപാട് പേര് കൂട്ടത്തോടെ ബുള്ളി ചെയ്യുന്ന ടൈം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ അനുമോൾ പൊരുതിയാണ് നിന്നത്. ആൻഡ് കൂടെ ഉള്ളവരൊക്കെ ഗെയിമിന്റെ പേരിൽ ചതിച്ചപ്പോൾ പോലും
അനുമോള് സർവൈവ് ചെയ്ത് വന്നു, വിന്നറായി. അപ്പൊ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. സോ അനുമോളോട് ഇനി പറയാനുള്ളത്, ഇനി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അനുമോൾക്ക് ഒരുപാട് കളിയാക്കലുകൾ വരും. 16 ലക്ഷത്തിന്റെ PR ഉണ്ടെന്നുള്ള കളിയാക്കൽ വരും. PR വെച്ച് ജയിച്ചതാണ് അനുമോൾ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കളിയാക്കൽ വരും. സൈബർ ബുള്ളിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, നെഗറ്റീവ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അനുമോള് ഇത്രയും നാൾ അനുമോൾ ജീവിതത്തിൽ പൊരുതിയാണ് ഈ ഒരു സ്റ്റേജിൽ, ഈ ഒരു ഫിനാലെ വേദിയിൽ അനുമോൾ കപ്പ് ഉയർത്തിയത്. അപ്പം അനുമോൾക്ക് ഇതെല്ലാം സർവൈവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുമോളുടെ കൈ ലാലേട്ടൻ ഉയർത്തുകയാണ്. ഉയർത്തുന്ന സമയത്ത് മസ്താനിയും പ്രവീണും അതുപോലെ തന്നെ ലക്ഷ്മി, എസ്പെഷ്യലി ലക്ഷ്മിക്കും മസ്താനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു, എന്തായിരിക്കും സംഭവിക്കുക. മസ്താനി ഇങ്ങനെ കിടന്ന് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്, ലക്ഷ്മിയും പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. അപ്പം തുള്ളി ചാടുകയാണ് വിന്നറാണെന്ന് അനുമോള് പറയുമ്പോൾ ലക്ഷ്മി മസ്താനിയും കൂടെ. അതുപോലെ തന്നെ ചിലരുടെ മുഖമൊക്കെ ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു, അത് എടുത്ത് കാണിച്ചിട്ടുണ്ട്. ചിലരുടെ മുഖമൊക്കെ ഇങ്ങനെ കൈയടിക്കാതെ നിപ്പുണ്ടായിരുന്നു, ചിലരിങ്ങനെ വെറുതെ കൈയടിക്കുന്ന നിപ്പുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, അനുമോക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലല്ലോ, അത് വേറെ കാര്യം. അങ്ങനെ എന്ത് ചെയ്തു, അനുമോൾ വിന്നറാണെന്ന് അനൗൺസ് ചെയ്തു. അനുമോൾക്ക് ഫസ്റ്റ് തന്നെ ക്യാഷ് പ്രൈസ് കൊടുക്കുകയാണ്. അനുമോൾക്ക് ഫസ്റ്റ് നമ്മുടെ കാറിന്റെ കീ കൊടുക്കുന്നു, അതിനുശേഷം ക്യാഷ് പ്രൈസ് കൊടുക്കുന്നു, അതിനുശേഷമാണ് നമ്മുടെ ട്രോഫി കൊടുക്കുന്നത്. ഈ അനുമോൾ വിന്നറാവുന്ന സമയത്ത് അനുമോൾ കരച്ചിൽ തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റൂല. ആൻഡ് അതിനുശേഷം അനീഷിനോട് ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. താങ്കൾ ഇത്രയും പുരിയുന്നത്, താങ്കളും വിന്നർ തന്നെയാണ് എന്ന് ലാലേട്ടൻ എടുത്തു പറയുന്നുണ്ട്. അനീഷിനെ പറ്റി എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, അനീഷ് ഒരു ചരിത്രമാണ്. അനീഷ് ഈ മലയാള ബിഗ് ബോസിന്റെ ചരിത്രമാണ് അനീഷ്. ഒരു സീസണിലും ഒരു കോമണർ ഫിനാലയിൽ വന്നിട്ടില്ല. ഒരു ജനങ്ങൾക്കിടയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു കോമണർ ഒരു സീസണും ഫിനാലയിൽ വന്നിട്ടില്ല. അത് അനീഷിന് കിട്ടിയ ചരിത്രമാണ്. അനീഷ് വിന്നറായിരുന്നെങ്കിൽ ചരിത്രം വഴിമാറി തന്നെ. പക്ഷെ അനീഷ് വിന്നറായില്ലെങ്കിൽ പ്രേക്ഷകരുടെ ഉള്ളിൽ അനീഷ് വിന്നറാകുന്നുണ്ട്. അനീഷ് ഒരു ചരിത്രമാണ്. താങ്കൾ ഗെയിം കളിച്ചു, താങ്കൾ ആ ഗെയിം കൊണ്ടുപോയി, സീസൺ കൊണ്ടുപോയ ഒരു വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ താങ്കൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ പുറത്തെ ലൈഫില് താങ്കൾക്ക് ഉയർച്ചകൾ മാത്രമേ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് എല്ലാവരും ഒരുപാട് പേര് അനീഷിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് സോഷ്യൽ മീഡിയയിൽ അനീഷ് സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് പ്രേക്ഷകർക്ക് അനീഷിനോടൊരു ഇഷ്ടം കൂടുതലാണ്. ഓക്കെ, അപ്പം അനീഷിന് ഓൾ ദ ബെസ്റ്റ് പറയാണ്. അങ്ങനെ അനീഷിനും ആ ഒരു മൈജിയുടെ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ആൻഡ് അതിനുശേഷം ലാലേട്ടൻ എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. ക്രൂവിനോട് എല്ലാവരും പേഴ്സണലി നന്ദി പറയാണ്. അതിനുശേഷം സീസൺ 8 ലാലേട്ടൻ അനൗൺസ് ചെയ്യാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 8 കാത്തിരിക്കാൻ വേണ്ടിയിട്ട് സീസൺ 8 ഞാൻ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ലാലേട്ടൻ അനൗൺസ് ചെയ്ത് ബിഗ് ബോസ് വേദിയിൽ നിന്നും പോവുകയാണ്. പിന്നീട് കണ്ടസ്റ്റൻസ് എല്ലാവരും വന്ന് അനുമോളെ ഹഗ് ചെയ്യുന്നു, അനീഷിനെ ഹഗ് ചെയ്യുന്നു, കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു. ജിസയിലൊക്കെ വന്നിട്ട് ജിസയിലൊക്കെ അനുമോളെ കണ്ടിട്ട് മേക്കപ്പ് ഒക്കെ പോയതൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എസ്പെഷ്യലി ലക്ഷ്മി മസ്താനിയൊക്കെ വന്നിട്ട് ഒരു ഹഗ് ചെയ്യുന്നുണ്ട്, കൺഗ്രാറ്റുലേഷൻസ് പറയുന്നുണ്ട്. അങ്ങനെ സീസൺ 7 ഔദ്യോഗികമായിട്ട് തിരശീല വീണിരിക്കുകയാണ്. അപ്പോ സംഭവ ബഹുലമായിട്ടുള്ള മറ്റൊരു സീസൺ കൂടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എനിക്ക് ബിഗ് ബോസ് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റിയാലിറ്റി ഷോ ആണ്. അത് മാത്രമല്ല, ഞാൻ സീസൺ 1 മുതൽ സീസൺ 7 വരെ തുടർച്ചയായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. തമിഴ് ഞാൻ സീസൺ 8 മുതലാണ് കാണാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഹിന്ദിയുടെയും തെലുങ്കിന്റെ ഒക്കെ അപ്ഡേറ്റ്സ് ഒക്കെ നോക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പം എനിക്ക് ഈ റിവ്യൂ ചെയ്യാൻ പ്രചോദനമായത് യൂട്യൂബിൽ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പം അവരുടെ റിവ്യൂസ് കണ്ടാണ് ഞാൻ എന്തുകൊണ്ട് എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റും. ഞാൻ പോയിട്ട് സാധാരണ ഇവരുടെ ഈ റിവ്യൂവേഴ്സിനൊക്കെ കമന്റ് ബോക്സ്, എസ്പെഷ്യലി 2 റിവ്യൂവേഴ്സ് ഉണ്ട്. അത് പേരെടുത്ത് പറയാം. ബിഗ് ബോസ് മല്ലു ടോക്സിലെ രേവതി ചേച്ചി, അതുപോലെ തന്നെ അൻസിഫിന് ഞാൻ കൂടുതലും അൻസിഫിന്റെ റിവ്യൂ ആണ് കൂടുതലും കാണുന്നത് കേട്ടോ, പറയാതിരിക്കാൻ പറ്റൂല. അപ്പൊ അൻസിഫിനൊക്കെ ഞാൻ ഇതിടുമായിരുന്നു, മെസ്സേജ് ഇട്ടായിരുന്നു. അത് കൂടുതൽ തമിഴിന്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ പറയുമ്പോഴാണ് മെസ്സേജ് ഇടുന്നത്. ഇയാൾ ഇന്ന ഗെയിം ശരിയായില്ല. അപ്പം അൻസിഫ് കാണുന്ന അനുസരിച്ച് റിപ്ലൈ ഒക്കെ തരാറുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇവരാണ് 2 പേരാണ് പ്രചോദനമായത്.
റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ ഇവരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് ഗെയിം പറയുമായിരുന്നു. അപ്പൊ ചിലരൊക്കെ ഒരുപാട് ലൈക്സ് ഒക്കെ കിട്ടിയിട്ടുള്ള കമന്റ് ബോക്സിൽ ഒരുപാട് ലൈക്സ് ഒക്കെ കിട്ടിയിട്ടുള്ള കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ചിലരൊക്കെ എനിക്ക് അതായത് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഗെയിമിന്റെ കാര്യം പറഞ്ഞിട്ടുള്ള റിപ്ലൈ കമന്റ്സും വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്തുകൊണ്ട് എനിക്കൊരു റിവ്യൂ ചെയ്തുകൂടാ എന്ന് ഞാൻ ഓർത്ത് ഇവർ രണ്ടുപേരും പ്രചോദനം ഇവരുടെ രണ്ടുപേരുടെ റിവ്യൂസ് കണ്ടുകൊണ്ടാണ് ഞാനും സ്വന്തമായിട്ട് റിവ്യൂ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ മാത്രമല്ല തമിഴിന്റെ റിവ്യൂ ഞാൻ ചെയ്യാൻ റിവ്യൂ അത് വീക്ക്ലി റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇനിയും ഇനി കാണുന്ന എല്ലാവരും ദയവേത് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആൻഡ് ഈ സീസൺ ഞാൻ തമിഴിന്റെ വീക്ക്ലി റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലി റിവ്യൂ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ തുടർന്നും എന്റെ ചാനൽ നിങ്ങൾ കാണുക, വീഡിയോസ് കാണുക. ഞാൻ ഷോർട്സ് ഇടുന്നതായിരിക്കും, വ്ളോഗ്സ് ഇടാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം കാണുക. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരിക്കണം. വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമന്റ് ചെയ്യണം. അപ്പം ഇനി സീസൺ 8ന്റെ ഗ്രാൻഡ് ലോഞ്ചിന്റെ റിവ്യൂമായിട്ട് വരുമ്പോഴത്തേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.